സൊല്യൂഷൻ്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. പ്രധാന ടോപ്പിക്കുകളിലേക്ക് പോവാം. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ. ഇനി അടുത്തത് കോൺസെൻട്രേഷൻ ടേംസും ആയിരുന്നു. പെർസെൻറ്റേജ് കോമ്പോസിഷൻ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. നമ്മൾ ഇന്ന് കൂടുതലായിട്ട് മൊളാലിറ്റിയുടെയും മൊളാരിറ്റിയുടെയും അപ്ലിക്കേഷൻസ്, ഫോർമുലാസ്, കാര്യങ്ങളെ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണും. അതിനുശേഷം നമ്മൾ കണ്ടത് പാർഷ്യൽ വേപ്പർ പ്രഷർ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർഷ്യൽ വേപ്പർ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു. ഹെൻറീസ് ലോ ആൻഡ് റൗൾസ് ലോ നമ്മളവിടെ കണ്ടു. അടുത്തത് നമ്മൾ കണ്ടത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആയിരുന്നു. അതായത് ഐഡിയൽ സൊല്യൂഷൻസ് ആർ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ ദ റൗൾസ് ലോ. രണ്ട് തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും മറ്റൊന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും. നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസിൽ അസിയോട്രോപ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ കണ്ടു. ദേ ആർ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ്സ്. രണ്ട് തരം, ഹൈ ബോയിലിംഗ് ആൻഡ് ലോ ബോയിലിംഗ് അസിയോട്രോപ്സ്. അതിനുശേഷം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വന്നു. അതായത് the properties which depends only on the number of solute particle present. അതായത് സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ എണ്ണത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പേര് വിളിക്കുന്നു. അത് 4 തരമുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ 1, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് 2, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് 3, 4 ഓസ്മോട്ടിക് പ്രഷർ. നമുക്ക് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് പഠിക്കേണ്ടത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ സൊല്യൂട്ട് പ്രസൻ്റ് ആകുന്നതിനനുസരിച്ച് കുറയുന്നുണ്ടെങ്കിൽ അതാണ് റിലേറ്റീവ് ലോവറിങ്ങിൽ നമ്മൾ പ്രധാനമായും കാണുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ P0 എന്ന് നമ്മൾ പറയാറുണ്ട്. സോൾവെൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ചുവടെ PA എന്ന് എഴുതി വയ്ക്കും. ഇനി മൈനസ് PA, അതായത് ആ സോൾവെൻറ്റിൻ്റെ സൊല്യൂട്ട് വന്നു കഴിഞ്ഞ സമയത്ത് അവൻ്റെ പാർഷ്യൽ പ്രഷറാണ് PA. ഇത് സൊല്യൂട്ട് വരുന്നതിനേക്കാൾ മുൻപുള്ളതാണ്, അത് പ്യുവർ വേപ്പർ പ്രഷറാണ്. ഇനിയുള്ളത് ഡിവൈഡഡ് ബൈ P0A. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് വിച്ച് ഇസ് ഈക്വൽ ടു XB. അതായത് ബിയുടെ മോൾ ഫ്രാക്ഷൻ, സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് XB. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗമുള്ളത് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. എന്താ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്? നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വാട്ടർ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ഇത് ഏത് ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുക? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇവൻ ബോയിൽ ചെയ്യും, കാരണം ഇവൻ വാട്ടറാണ്. ഈ വാട്ടറിൽ നമ്മൾ ഒരല്പം സോൾട്ട് ആഡ് ചെയ്തു. ആ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് വാട്ടറാണിത്. H2 വാട്ടർ പ്ലസ് NaCl നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോയിൽ ചെയ്യുന്നത് ഈ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലല്ല, അത് അതിനേക്കാൾ കൂടുതൽ, ഞാൻ പറയട്ടെ, 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അപ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വർദ്ധിക്കുന്നു. എത്രയായിട്ട് വർദ്ധിച്ചു? 120 വർദ്ധിച്ചു. എത്രയായിരുന്നു ആ വർധനവ് നമുക്ക് പറയാം ΔTB. ഇതിനെയാണ് വർധനവെന്ന് പറയുക. ശരിക്ക് ഇപ്പോൾ ബോയിൽ ചെയ്യുന്നത്, സോൾട്ട് വാട്ടർ ബോയിൽ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ 120 മൈനസ് ശരിക്ക് ബോയിലിംഗ് പോയിൻ്റ് 100. അപ്പോൾ ΔTB എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 20. ഇനി അവർ പറയുന്നത് ഈ ΔTB വിച്ച് ഈസ്
directly proportional to small letter m, that is the molality. അപ്പോൾ delta TB which is equal to KB into small letter m. എന്താണ് ഈ കെ ബി എന്ന് പറയുന്നത്? കെ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ കോൺസ്റ്റൻറ്റും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് കിട്ടും. അതായത് ഡെൽറ്റ ടി ബി നമുക്ക് കിട്ടും. ഈ സ്മോൾ ലെറ്റർ എമ്മിനെ പറ്റി നമുക്ക് കഥകൾ നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല കൂടെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി, അവൻ കോൺസ്റ്റൻ്റ് ആണ്. മൊളാലിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ weight of solute, ചുവടെ തന്നെ mass of solvent in kg. ഇതാണ് അതിൻ്റെ ഫോർമുലേറ്റ് വരുന്നത്. സാധാരണഗതിയിൽ ഈ കെ ജി ആയിട്ടല്ല അവർ ഇവിടെ എടുക്കുക, അവിടെ ഗ്രാമിലെടുത്തിട്ട് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോർമുല പഠിക്കാൻ എളുപ്പം ഇതാണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു സ്മോൾ ലെറ്റർ എം. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് വന്നത്? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കെ ബി, ഈ സ്മോൾ ലെറ്റർ എമ്മിനെ നമ്മൾ വിപുലീകരിച്ച് എഴുതി വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ചൂടെ തന്നെ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. അതായത് എമ്മിനെ നമ്മൾ മാറ്റി എഴുതി. ഇതാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എളുപ്പമാണ് പറയാൻ. അതായത് ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. എന്താണ് ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഡിപ്രഷൻ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പറയാൻ പറ്റും. കാരണം സാധാരണഗതിയിൽ വാട്ടറിനെ ബന്ധപ്പെടുത്തി പറയട്ടെ. വാട്ടർ അത് ഫ്രീസ് ചെയ്യപ്പെടുന്ന ഫ്രീസിംഗ് പോയിൻ്റ് എഫ് പി വിച്ച് ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത് സോൾട്ട് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ വാട്ടറിനോട് കൂടെ പ്ലസ് NaCl ആവേണ്ട മറ്റ് ഏത് സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാലും അത് ഫ്രീസ് ചെയ്യുന്നത് ഈ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലല്ല, മറിച്ച് അതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിലാണ്. അപ്പോൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇവിടെ ഞാൻ പറയട്ടെ -5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീസിംഗ് പോയിൻറ്റിൽ ഉണ്ടാകുന്ന കുറവ് എത്രയായിരിക്കും? ഫ്രീസിംഗ് പോയിൻറ്റിൽ ഉണ്ടാകുന്ന കുറവ് സമം ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫ്രീസിംഗ് പോയിൻറ്റിൽ കുറഞ്ഞു. ഇനി നമ്മുടെ ഫോർമുല നമുക്ക് നോക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു എന്ന് എഴുതാൻ പറ്റട്ടെ. പ്രപ്പോർഷണൽ ടു കെ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്മോൾ ലെറ്റർ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു സ്മോൾ ലെറ്റർ എം. ഏതുപോലെ ആ ഫോർമുല വന്നു? ഡെൽറ്റ ടി ബിയുടെ പോലെ തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റിയുടെ ഫോർമുല നമ്മൾ വിപുലീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഒന്ന്, ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു സ്മോൾ ലെറ്റർ എം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു സ്മോൾ ലെറ്റർ എം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചത്? ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. എയുടെ വേപ്പർ പ്രഷറിൻ്റെ റിലേറ്റീവ് ലോവറിംഗ് വിച്ച് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിലുണ്ടാകുന്ന വർധനവ് സമം കെ ബി ഇൻറ്റു സ്മോൾ ലെറ്റർ എം. മൊളാലിറ്റി എം എന്ന് പറയുന്നത് മൊളാലിറ്റി. സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിലുണ്ടാകുന്ന കുറവ് വിച്ച് ഇസ് ഈക്വൽ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു സ്മോൾ ലെറ്റർ എം. ഇനി നമുക്ക് പറയാവുന്ന കാര്യമുള്ളത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറാണ്. എന്താണ് ഓസ്മോസിസ്? ഇത് നോക്കുക. നമുക്ക് പണ്ട് നമ്മൾ ഓസ്മോസിസ് പഠിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു തിസിൽ ഫണൽ വെച്ചു, അതിൽ നമ്മൾ ഒരു മെംബ്രെയിൻ ഉപയോഗിച്ച് അവിടെ നമ്മൾ കൈകാര്യം ചെയ്തു. ഇവിടെ നമ്മൾ H2O എടുത്തു,
ഇവിടെ ഒരു മെംബ്രെയിൻ കൊണ്ടുവന്ന് വെച്ചു. അതായത് മെംബ്രെയിൻ കൊണ്ട് മൂടി. ഇതിനെ നമ്മൾ പേര് വിളിക്കുന്നു സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ. എന്താ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പ്രത്യേകത? സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പ്രത്യേകത അതിലൂടെ സോൾവെൻറ്റ് മോളിക്യൂൾ മാത്രമേ കടക്കുള്ളൂ. അപ്പോൾ ഇവിടെ NaCl നിങ്ങളെടുത്തു, NaClഉം വാട്ടറും അടങ്ങുന്ന മിക്സ്ചർ നിങ്ങളെടുത്തു വെച്ചു. ഇവിടെ വാട്ടറാണ് എടുത്ത് വെച്ചിരുന്നത്. നമ്മളിതിങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരും. ഈ പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താ? ഓസ്മോസിസ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എവിടെ നിന്ന് എവിടേക്കാണ്? ഒന്ന്, H2O കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന്, സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക്. നമുക്ക് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾ, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവ്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, അവിടേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഈ ഓസ്മോസിസ് ഇവിടെ കുറച്ച് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓസ്മോസിസ് നിൽക്കും. ഈ ഓസ്മോസിസ് നിർത്താൻ എന്തുമാത്രം മിനിമം എമൗണ്ട് ഓഫ് പ്രഷർ ഇവിടെ സപ്ലൈ ചെയ്യേണ്ടി വരുന്നോ, ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഇവർ പറയുന്ന കാര്യം ഇതാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പൈ which is proportional to osmotic pressure proportional to ക്യാപിറ്റൽ ലെറ്റർ M. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ M ആണ് കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൊളാരിറ്റി. സ്മോൾ ലെറ്റർ എമ്മിനെ നമ്മൾ വിളിക്കുന്ന പേര് മൊളാലിറ്റി. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. പൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു M. ഈ എമ്മിനെ നമുക്കൊന്ന് മാറ്റി ഭംഗിയാക്കാൻ പറ്റും. പൈ ഇസ് ഈക്വൽ ടു R ഇൻറ്റു മൊളാരിറ്റിയുടെ ഫോർമുല weight of solute in gram divided by molecular mass of solute into volume of solution in ലിറ്റേഴ്സ്. നമ്മൾ ആ ഫോർമുല പറയുന്നിടത്ത് ഇതിൻ്റെ ഫോർമുലയിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഈ മൊളാരിറ്റിയുടെ ഫോർമുല അവിടെ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. നോക്കുക, പൈ ഓസ്മോട്ടിക് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു R ഇൻറ്റു വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ചുവടെ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്ത കാര്യമുള്ളത്, ഇങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് ഉപയോഗിച്ച് മോളിക്കുലാർ മാസ് നമ്മൾ കാണുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ NaCl നിങ്ങൾ സൊല്യൂട്ടായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അത് വാട്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് Na പോസിറ്റീവും Cl നെഗറ്റീവും ആയിട്ട് മാറും. അവൻ ഡിസോസിയേഷൻ സംഭവിക്കുന്നു. ചില മോളിക്യൂൾ വാട്ടറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിസോസിയേഷനാണ് സംഭവിച്ചതെങ്കിൽ ചില മോളിക്യൂൾ വാട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അസോസിയേഷനാണ് സംഭവിക്കുക. എന്തു തന്നെയായാലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റിൽ വ്യത്യാസം സംഭവിക്കും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് അബ്നോർമൽ മോളിക്കുലാർ മാസ് വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ട് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഈ ഒരു തെറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി വാൻഡ് ഹോഫ് എന്ന് പറയുന്ന ഒരാൾ ഒരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവന്നു. ഇതാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. അതായത് അബ്നോർമൽ മോളിക്കുലാർ മാസ് നമ്മൾ കറക്റ്റ് ചെയ്യാണ്. അസോസിയേഷൻ കൊണ്ടോ ഡിസോസിയേഷൻ കൊണ്ടോ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വാൻഡ് ഹോഫ് ഫാക്ടർ അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, വാൻഡ് ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് I. It is the ratio of observed value of colligative property to the calculated value of colligative property. I is equal to observed value of colligative property divided by calculated value of colligative property. അല്ലെങ്കിൽ എങ്ങനെ പറയാം? I is equal to normal molecular mass divided by observed molecular mass. ഇപ്പോൾ NaCl ആണെന്നുണ്ടെങ്കിൽ അവനൊരു മോളിക്കുലർ മാസ് ഉണ്ട്, അതിനെ നമ്മൾ പേര് വിളിക്കുന്നു നോർമൽ മോളിക്കുലാർ മാസ്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മോളിക്കുലാർ മാസിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം
NaClൻ്റെ കേസിൽ ഡിസോസിയേഷൻ കൊണ്ട്. അതിനെ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നു. ഇത് തമ്മിൽ നമ്മുടെ അതിൻ്റെ റേഷ്യോ, അതിനെ അവരെ I എന്ന് പേര് വിളിക്കുന്നു. ഇനി I 1 ആണെന്നുണ്ടെങ്കിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചിട്ടില്ല. I 1 ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറയും അവിടെ അസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. I 1 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പറയും അവിടെ ഡിസോസിയേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇത്രയാണ് നമ്മുടെ സൊല്യൂഷൻസിൻ്റെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ നടത്താം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇതൊക്കെയായിരുന്നു. ഒന്ന് സൊല്യൂഷൻസ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് സൊല്യൂഷൻ. സൊല്യൂഷൻസിൽ പ്രധാനമായും 2 കാര്യങ്ങളുണ്ടായിരിക്കും, 2 കമ്പോണൻസ് ഉണ്ടാവും, സോൾവെൻറ്റും സൊല്യൂട്ടും. അതായത് സോലിബിലിറ്റി എന്ന് പറയുന്നത് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മസ്റ്റ് ബി ഡിസോൾവ്ഡ് അല്ലെങ്കിൽ ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത എമൗണ്ട് സോൾവെൻറ്റിൽ എത്ര വരെ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് സോലിബിലിറ്റി. സോലിബിലിറ്റി കഴിഞ്ഞാൽ പിന്നീട് നമ്മളവിടെ കണ്ട കാര്യമുള്ളത് കോൺസെൻട്രേഷൻ ടേംസ് ആയിരുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. ഇനി അത് പല തരത്തിൽ നമ്മളത് അവതരിപ്പിച്ചു. പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ, മോൾ ഫ്രാക്ഷനിൽ, മൊളാരിറ്റിയിൽ പാർഷ്യൽ പ്രഷറും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഹെൻറീസ് ലോ, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. സോഡ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. ഇനി റൗൾസ് ലോയിൽ നമ്മൾ പറഞ്ഞത് ഒരു ഇവാപ്പറേഷൻ്റെ സമയത്ത് സൊല്യൂഷൻ സ്റ്റേറ്റിലുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വേപ്പർ ഫേസിലുള്ള അതിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടും സൊല്യൂഷൻ സ്റ്റേറ്റിലെ ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഇനി അത് തന്നെ നമ്മൾ ഗ്രാഫ് വരച്ചു അതിൻ്റെ. അങ്ങനെ ഐഡിയൽ സൊല്യൂഷൻസിനെയും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെയും മനസ്സിലാക്കി. ഏറ്റവും അവസാനം നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കണ്ടു. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ പ്രസൻറ്റ്. ഒരു സോൾവെൻറ്റിൻ്റെ ചില പ്രോപ്പർട്ടീസ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം മാറിക്കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ പേര് വിളിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, elevation of boiling point, depression of freezing point and osmotic pressure. Relative lowering of vapor pressure which is equal to mole fraction of solute. Elevation of boiling point which is equal to Kb into molality. Depression of freezing point delta Tf is equal to Kf into molality. Osmotic pressure സമം R into molarity. ഇനി വാൻഡ് ഹോഫ് ഫാക്ടർ പല സമയങ്ങളിലും അബ്നോർമൽ മോളിക്കുലർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. അതിൻ്റെ കാരണം അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വാൻഡ് ഹോഫ് ഫാക്ടർ കൊണ്ടുവന്നു, I എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ടുവന്നു. അസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ Iയുടെ വാല്യൂ 1 കുറയും. ഡിസോസിയേഷനാണ് സംഭവിച്ചതെങ്കിൽ Iയുടെ വാല്യൂ 1 കൂടുതലായിരിക്കും. ഇത്രയാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിൻറ്റ്സ്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ.